ബീഹാർ വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവിട്ട് റിപ്പോർട്ടർ കളക്ടീവ് 39 മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കരട് വോട്ടർ പട്ടികയിലെ 3,76,000 വോട്ടുകൾ വ്യാജമാകും എന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത്. വോട്ട് കൊള്ളയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ വ്യാജ വോട്ടുകൾ സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പി ആർ സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര തന്നെ ഈ വോട്ടർ പട്ടിക കള്ളവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ ബീഹാറിലെ വലിയ കള്ളക്കണക്കാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? സ്മൃതി, തീർച്ചയായും വോട്ടധികാർ യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ട് ഇപ്പോൾ പട്നയിൽ സമ്മേളിക്കാൻ പോകുമ്പോൾ, അതിലെ സമാപന സമ്മേളനം നടക്കാൻ പോകുമ്പോൾ അതിനായി പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അണിനിരന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് എന്ന ഓൺലൈൻ പോർട്ടൽ ഞെട്ടിക്കുന്ന പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 39 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 3,76,000 വോട്ടുകൾ കള്ളവോട്ടുകൾ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരത്തിൽ 1,87,643 കേസുകളാണ് റിപ്പോർട്ടർ കളക്ടീവിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിൽ 1,02,000 പേർക്ക് 2 വോട്ടർ ID കാർഡുകളുണ്ട്. ഒരേ പേരിൽ ഒരേ മേൽവിലാസത്തിൽ എന്നാൽ വ്യത്യസ്ത പ്രായത്തിലാണ് ഇവർ വോട്ടുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 25,862 പേർ ഒരേ പേരിൽ ഒരേ മേൽവിലാസത്തിൽ ഒരേ പ്രായത്തിൽ 2 വോട്ടുകൾ വീതം ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇതേ രീതിയിലാണ് ഇവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ തുടരുന്നത് എന്ന് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ 39 മണ്ഡലങ്ങളിൽ മാത്രം 3,76,000 വോട്ടുകളുണ്ടെന്ന് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നു. ബീഹാറിലാകെ 243 മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ 39 മണ്ഡലങ്ങളിൽ ഇത്രയും വോട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി എന്തായിരിക്കുമെന്ന സംശയമാണ് ഉയർന്നത്. ഇന്നലെ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നു 89 ലക്ഷം പരാതികൾ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് നൽകിയെങ്കിൽ പോലും അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെന്നാണ് കോൺഗ്രസ് ഇന്നലെ വലിയ ആരോപണമായി ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ കളക്ടീവിന്റെ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.